അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ വലിയൊരു പ്രത്യേകത, ആദം നബി അലൈഹി ഇസ്ലാം മഹർ കൊടുത്തത് മുഹമ്മദ് നബിയുടെ മേലുള്ള സ്വലാത്താണ് എന്നുള്ളതാണ്. നബിതങ്ങളെ ഒരു വിഷയത്തിൻ്റെ മുന്നിൽ വെച്ചാൽ വിജയിക്കും. അനസ് റളിയല്ലാഹുവിനെ ഉമ്മ നബിൻ്റെ അടുത്ത് കൊണ്ടാക്കി. പിന്നെ അനസ് റളിയല്ലാഹുവിനെ കൂട്ടാൻ ഉമ്മ വന്നിട്ടില്ല. ഇടക്കിടക്ക് ഉമ്മാനെ കാണാൻ അനസ് റളിയല്ലാഹുവിനെ അങ്ങോട്ട് പോകുമായിരുന്നു. ഉമ്മാനെ ഉമ്മു സുലൈം റളിയല്ലാഹുവിനെ അബൂ തൽഹ വിവാഹം കഴിച്ചു. ഉമ്മു സുലൈം റളിയല്ലാഹുവിനെ അബൂ തൽഹയുടെ കൂടെ ഭാര്യയായി ജീവിച്ചു. അനസ് റളിയല്ലാഹുവിന് 10 കൊല്ലം നബിൻ്റെ ഒപ്പാണ് കഴിഞ്ഞത്. ജീവിതത്തിൽ ഒരുപാട് സന്ദേശങ്ങൾ ഉൾക്കൊണ്ട വലിയ മനുഷ്യനാണ് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആള്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ റബീഉൽ അവ്വൽ വന്നു പോയി, നമ്മളിൽ എന്ത് മാറ്റാണ്ടായത്? നമ്മളിലൊരു മാറ്റം ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല. റമദാൻ മാസം വരും, വന്നമാതിരി റമദാൻ മാസം പോകും. നമുക്ക് 2016 റമദാനും ഒരേമാതിരി തന്നെയാണ്, 17 റമദാനും ഒരേമാതിരി തന്നെ, 18 റമദാനും ഒരേമാതിരി ആണെങ്കിൽ ഇനി 19 റമദാനും കൂടി തരുന്ന എന്തിനാ ചോദിക്കണത്? ഒരാവശ്യമില്ല. 19 റമദാൻ ഷരീഫിൽ എന്തെങ്കിലും മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലല്ലേ ചോദിച്ചിട്ട് കാര്യമുള്ളൂ. ഒരു കൊല്ലം ഏറെ കഴിയുമ്പോൾ ഒരു കൊല്ലത്തെ ഈമാൻ കൂടണം, ഒരു കൊല്ലത്തെ ഹിദായത്ത് കൂടണം. ഈമാൻ കൂടുന്ന സാധനമാണ്, കൂടണ എല്ലാ സാധനവും കുറയും ചെയ്യും. സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞിട്ടുണ്ട്, അൽ കഹ്ഫുകാരെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് വസിദ്നാഹും ഹുദാ, അവർക്ക് ഈമാനിനെ നാം കൂട്ടിക്കൊടുത്തു. ഈമാൻ കൂടുന്ന സാധനമാണ്, കൂടുന്ന എല്ലാ സാധനവും കുറയും. എന്തെല്ലാം സാധനം കൂടുമോ അതൊക്കെ കുറയും. പുതിയതാകുന്ന എല്ലാ സാധനവും പഴയതാകും. ഈമാൻ പുതിയതാകുന്ന സാധനമാണ്. പള്ളിക്കന്ന് വെള്ളിയാഴ്ച ദിക്റിന് ഇമാം ഇങ്ങനെ പറയുമ്പോൾ ജദ്ദിദൂ ഈമാനക്കും, നിങ്ങളെ ഈമാങ്ങൾ പുതിയതായിക്കാളി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലുണ്ടല്ലോ. പുതിയതാക്കിയില്ലെങ്കിൽ പഴയതാവും. അപ്പൊ ഇടക്കിടക്ക് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം, പുതിയതാക്കണം ഇടക്കിടക്ക് ഈമാന്, അല്ലെങ്കിൽ പഴയതാവും. ഈമാൻ പുതിയതാകുന്നതാണ്, ഈമാൻ വർദ്ധിക്കുന്നതാണ്, ഈമാൻ കുറയുന്നതാണ്, ഈമാൻ പഴയതാകുന്നതാണ്, ഈമാൻ നന്നാകുന്നതാണ്, ഈമാൻ കേടുവരുന്നതാണ്. ഇതൊക്കെ ഉണ്ടാകുന്ന സാധനമാണ്. ഈമാൻ നന്നാവണം, ഈമാൻ പുതിയതാവണം, ഈമാൻ വർദ്ധിക്കണം. ഓരോ ദിവസം കഴിയും തോറും ഈ ക്ലാസ്സിന് വന്നതിനേക്കാൾ ഈമാന് ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഉണ്ടായെങ്കിലേ ക്ലാസ് കൊണ്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എത്ര ദൂരം നിന്ന് ഇവിടെ വന്നു, നിങ്ങളിവിടെ വലിയ മൈക്കൊക്കെ വെച്ചിട്ട് പന്തലൊക്കെ ഇട്ട് ഒരു ഉപകാരമില്ലാതെ പോകും. ക്ലാസ്സിന് വന്നതിനേക്കാൾ ഈമാൻ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഉണ്ടാവണം. അപ്പോൾ ഈ ക്ലാസ് ഉപകാരപ്പെട്ടു. നമ്മുടെ ഓരോ ഉപദേശങ്ങളും നമ്മുടെ ഓരോ കേൾവിയും ഓരോ കാഴ്ചയും ഈമാൻ കൂടാനാണ്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ നാം ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നിങ്ങൾക്ക് 2 പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ തന്നു. 2 പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ തന്നിട്ടാണ് പറഞ്ഞയച്ചത്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ അംശാജിൻ നബ്തലീഹി ലഖദ് ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. മനുഷ്യനെ നാം കലർത്തപ്പെട്ട ഇന്ദ്രിയത്തിൽ നിന്ന് പടച്ചിരിക്കുന്നു. നബ്തലീഹി, ഓൻ എത്ര കണ്ട് ഈമാണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഫജഅൽനാഹു, അതിനു വേണ്ടി അവനെ നാം ആക്കിയിരിക്കുന്നു സമീഅൻ ബസീറ, കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനും ആക്കിയിരിക്കുന്നു. ഓരോ നോട്ടവും ഈമാൻ കൂടുന്ന നോട്ടാവണം, ഓരോ കേൾവിയും ഈമാൻ കൂടുന്ന കേൾവിയാവണം. എന്നാലേ നോട്ടം കൊണ്ട് കാര്യമുള്ളൂ, എന്നാലേ കേൾവി കൊണ്ട് കാര്യമുള്ളൂ. മഹത്തുക്കളായ ആളുകളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ അവരുടെ ജീവിതം നമുക്ക് സന്ദേശമാവണം എന്ന് പറയാനാ. വലിയൊരു സന്തോഷകരമായ ജീവിതം നയിച്ച ഒരാളുടെ ആണ്ടുമാസാണിത്. മകനെ കൊണ്ട് വിജയിച്ച ഒരാളുണ്ട്, അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ഒരാൾ. ചില ആൾക്കാർ സ്വന്തത്തെ കൊണ്ടാണ് വിജയിക്കുക, ചിലർ ഭാര്യമാരെ കൊണ്ടാണ് വിജയിക്കുക, ചിലർ ഭർത്താക്കന്മാരെ കൊണ്ടാണ് വിജയിക്കുക, ചിലർ മക്കളെ കൊണ്ടാണ് വിജയിക്കുക. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയെ അക്കാലത്തെ രാജാവ് റബീ എന്ന് പറയുന്ന മനുഷ്യൻ വിവാഹാലോചന നടത്തി. റബീ നല്ല സ്വാലിഹായ മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ് റബീ. റാബിയത്തുൽ അദവിയ്യയുടെ കാലത്ത് അന്നത്തെ രാജാവാണ് റബീ. റബീ വിവാഹാലോചന നടത്തിയപ്പോ സയ്യിദത്തുനാ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്നെ നിങ്ങൾ എന്തിനാ വിവാഹാലോചന നടത്തുന്നത്? എനിക്കങ്ങനെ ഭാര്യയായിട്ട് കഴിയാനൊന്നും കഴിയൂല, ഭർത്താവിനാവശ്യ ഒരു കാര്യം ചെയ്തുതരാൻ എന്നെ കൊണ്ടാവൂല എന്ന് പറഞ്ഞപ്പോ റബീ പറഞ്ഞു,
ഒന്നും ചെയ്യണ്ട, എല്ലാ സൗകര്യങ്ങളും എനിക്കുണ്ട്, ഒരു സാലിഹത്തായ സ്ത്രീയുടെ ഭർത്താവുക എന്നത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. റാബിയത്തുൽ അദവി അപ്പോൾ പറഞ്ഞു, എന്തായാലും എൻ്റെ ഭർത്താവ് എന്ന നിലയിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കേണ്ടി വരൂലേ എന്ന് ചോദിച്ചു. അത് വേണ്ടി വരുമെന്ന് പറഞ്ഞു. എന്നാൽ അതിന് എൻ്റെ കൽബ് വിശാലതയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിട്ട് ഇനി വേറെ ആളെ സ്നേഹിക്കാൻ എൻ്റെ കൽബിൽ സ്ഥലമില്ല, അതുകൊണ്ട് കല്യാണം വേണ്ട എന്ന് പറഞ്ഞു സയ്യിദത്തുന റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ. ഞാൻ പറയണത്, ഭർത്താക്കന്മാർ കൊണ്ട് വിജയിക്കണവരുണ്ട്, ഭാര്യമാരെ കൊണ്ട് വിജയിക്കണവരുണ്ട്, മക്കളെ കൊണ്ട് വിജയിക്കണവരുണ്ട്, വാപ്പാനെ കൊണ്ട് വിജയിക്കുന്ന ആൾക്കാരുണ്ട്, ഉമ്മാനെ കൊണ്ട് വിജയിക്കുന്ന ആൾക്കാരുണ്ട്. ഓരോരുത്തരെ കൊണ്ടാണ് വിജയിക്കുന്നത്. ഉമ്മയെ കൊണ്ട് വിജയിക്കുന്ന ആൾക്കാരുണ്ട്. സയ്യിദുനാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു, പരിശുദ്ധ ഖുർആനിലെ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഒരധ്യായം കൊണ്ടുവന്നിട്ടുണ്ട്, സൂറത്തുൽ ലുഖ്മാൻ. ലുഖ്മാൻ സൂറത്തിലെ സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു തൻ്റെ മകന് കൊടുത്ത ഉപദേശങ്ങളാണ്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. മകനെ, അള്ളാഹുവിനോട് നീ പങ്കു ചേർക്കരുത് ട്ടോ. കുറേ ഉപദേശങ്ങളുണ്ട്. വലാ തംശി ഫിൽ അർദി മറഹ, ഭൂമിയിൽ ചാടിക്കളിച്ചിങ്ങാണ്ട് നടക്കരുത് ട്ടോ. കുറേ ഉപദേശങ്ങൾ കൊടുത്തു സയ്യിദുനാ ലുഖ്മാൻ തൻ്റെ മകന് റളിയല്ലാഹു അൻഹു. വേറെയും അള്ളാഹിന്റെ ദുനിയാവിൽ ഒരുപാട് വാപ്പാര് മക്കൾക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ടല്ലോ, അതൊന്നും ഖുർആനിലില്ലല്ലോ. ലുഖ്മാൻ റളിയല്ലാഹു അൻഹു നബിയാണോ എന്നുള്ള വിഷയത്തിൽ സംശയമുള്ളൂ, ഉറപ്പില്ല. അങ്ങനത്തെ ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം പരിശുദ്ധമായ ഖുർആനിൽ വന്നു. വേറെ ഒരുപാട് വാപ്പാര് മക്കൾക്ക് ഉപദേശം കൊടുത്തു, അതൊന്നും വന്നില്ല. എന്തേ കാരണം? ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഒരു ഉമ്മ ഉണ്ടായിരുന്നു, ഉമ്മാനെ നല്ലോണം നോക്കി എന്നുള്ളതാണ് കാരണം. സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഒരു ഉമ്മ ഉണ്ടായിരുന്നു, വയസ്സായ ഒരു ഉമ്മ. ഉമ്മാനെ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു നല്ലോണം നോക്കിയിരുന്നു. എന്നും രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഉമ്മാനോട് ചോദിക്കും, ഉമ്മ വൈകുന്നേരത്ത് ഞാൻ വരുമ്പോൾ ഉമ്മാക്ക് എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കും. ഉമ്മ എന്തെങ്കിലും ഒന്ന് പറയും, അത് കൊടുന്നു കൊടുക്കും. ഉമ്മാക്ക് പ്രായമായപ്പോൾ അങ്ങനെ വലിയൊരു സുഖമില്ലാത്ത വർത്താനൊക്കെ പറഞ്ഞു തുടങ്ങി. ഒരു ദിവസം രാവിലെ ലുഖ്മാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഇന്ന് വൈകുന്നേരം ലുഖ്മാൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, മോനെ ഇന്ന് വൈകുന്നേരത്ത് വരുമ്പോൾ എൻ്റെ കുട്ടി സ്വർഗത്തുനിന്ന് ഒരു പിടി മണ്ണ് വാരിക്കൊണ്ടുകൊണ്ട് പറഞ്ഞു. സ്വർഗത്തുനിന്ന് ഒരു പിടി മണ്ണ് വാരിക്കൊണ്ടുകൊണ്ട് പറഞ്ഞു. ഉമ്മാന്റെ കാലിൻ്റെ ഓട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പിടി മണ്ണ് എടുത്തുകൊണ്ട് ലുഖ്മാൻ കൊടുത്തിട്ട് പറഞ്ഞു, ഇതന്നെയാണ് ഉമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് എന്ന് പറഞ്ഞു. ആ ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന് മകനെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടായി. അതിന്റെ കാരണം ഉമ്മാനെ നോക്കി എന്നുള്ളതാണ്. ഇമ്മാനെ കൊണ്ട് വിജയിക്കണവരുണ്ട്, വാപ്പാനെ കൊണ്ട് വിജയിക്കണവരുണ്ട്, മക്കളെ കൊണ്ട് വിജയിക്കണവരുണ്ട്. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മകനായ മുഹമ്മദ് നബിയെ കൊണ്ടാണ് വിജയിച്ചിട്ടുള്ളത്. മിഅ്റാജിന്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിയിൽ നിന്ന് ഇബ്രാഹിം നബിനെ കണ്ടപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, മർഹബം ബി ഇബ്നി സ്വാലിഹി, എൻ്റെ മക്കളിലെ സ്വാലിഹായ മോനെ സ്വാഗതം, നീ കടന്നുവായോ എന്ന് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു. മക്കളെ കൊണ്ട് വിജയിച്ച ആൾക്കാർ, ഭാര്യമാരെ കൊണ്ട് വിജയിച്ച ആൾക്കാര്, ഭർത്താവിനെ കൊണ്ട് വിജയിച്ച ആൾക്കാര്, ഉമ്മാനെ കൊണ്ട് വിജയിച്ചവര്, ഇങ്ങനെ ഒരുപാട് വിജയികൾ ലോകത്തുണ്ട്. മകനെ കൊണ്ട് വിജയിച്ച ആളാണ് അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആള്. കഥകളെല്ലാരും കേട്ടിട്ടുണ്ടാവും. ഒരു ദിവസം അബൂ സാലിഹ് ഇങ്ങനെ നടന്നു പോവുകയാണ്, വല്ലാതെ വിശന്നു. പുഴക്കരയിലൂടെയാണ് മഹാനവറുകൾ നടന്നു പോകുന്നത്. അപ്പോൾ ആ പുഴയിലൂടെ നല്ലൊരു അത്തിപ്പഴം ഒഴുകി വരുന്നത് കണ്ടു. ആ അത്തിപ്പഴം എടുത്ത് അബൂ സാലിഹ് കഴിച്ചു. കഴിച്ചതിന് ശേഷം, പഠിച്ചോനെ ഇത് ആരുടെ ആയിരിക്കും ഈ അത്തിപ്പഴം എന്നിങ്ങനെ ഒരു സംശയമായി. പുഴക്കരയിലൂടെ അത്തി മുതലാളിയെയും തെരഞ്ഞുപോയി. കുറെ ദൂരം ചെന്നപ്പോ ഒരു മുതലാളിയുടെ അത്തിമരം പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് കണ്ടു. അത്തി മുതലാളിയെ സമീപിച്ച് പറഞ്ഞു, മുതലാളി, ഇങ്ങളെ അത്തിമരത്ത് നിന്ന് പുഴയിലേക്ക് ചാടിയ ഒരത്തിപ്പഴം ഞാൻ അറിയാതെ കഴിച്ചുപോയി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ക്ഷമിക്കൂലാർന്നു. ക്ഷമിക്കാൻ ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. എൻ്റെ തോട്ടത്തിൽ ജോലി ചെയ്യണം, കൂലിയൊന്നും തരൂലാർന്നു. ആയിക്കോട്ടെർന്നു. നിശ്ചയിച്ചു, കാലാവധി നിശ്ചയിച്ചു, ജോലി ചെയ്തു. കാലാവധി പൂർത്തിയാക്കിയപ്പോൾ ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു. പോകാൻ പറ്റൂല, കുറച്ചാലും കൂടി വേണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ നിന്നു. കാലാവധി പൂർത്തിയാക്കി പോകാൻ നേരത്ത് ഞാൻ പോട്ടെ, നിങ്ങൾ പൊരുത്തപ്പെടുമെന്ന് ചോദിച്ചോ. പറഞ്ഞു, കയ്യും കണ്ണും കാലും ഒന്നും ഇല്ലാത്തൊരു മോളുണ്ട് എനിക്ക്, ഓളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ പൊരുത്തപ്പെടാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കല്യാണം കഴിച്ചു.
കല്യാണം കഴിച്ച് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ കയ്യും കാലും കണ്ണൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലാന്ന് പറഞ്ഞത് ഞാൻ ഹറാമായ വിഷയത്തിലേക്ക് നടന്ന കാലില്ലാന്നാ. കൈയില്ല എന്ന് പറഞ്ഞത് ഹറാമ് തൊട്ട കൈയില്ലാന്നാ. കണ്ണില്ല എന്ന് പറഞ്ഞത് ഹറാമ് കണ്ട കണ്ണില്ലാന്നാ. ഞാൻ കുറെ കാലമായിട്ട് എൻ്റെ കുട്ടിക്ക് പുതിയാപ്പളിനെ തിരഞ്ഞെടുക്കായിരുന്നു. ഇജന്നെയാണ് എൻ്റെ കുട്ടിയുടെ പുതിയാപ്പള, അങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചോളി എന്ന് പറഞ്ഞു. അതിലൊരു കുട്ടി ഉണ്ടായി. ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്തമാ آبا وأما شريفين قد اجتمعا وكنت شمسا وبدرا نورا التمعا أنت الحق لتدعى محي الدين. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ ആണ്ടുമാസാണ്. എന്തിനാ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ പറ്റി പറയണത്? മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മളെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും കിട്ടണം. അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും പാഠം കിട്ടണം. അല്ലെങ്കിൽ വെറുതെ പറയാം, ഒരു കാര്യമില്ലാതാവും. ആ പാഠമുണ്ടെങ്കിൽ മാത്രമാണ് വിജയിക്കുന്നത്. ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു ലോകർക്ക് മാതൃകയായാണ് ജീവിക്കുന്നത്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞു വെച്ച എല്ലാ തസവുഫിന്റെ തത്വങ്ങളെയും മനുഷ്യന്മാർക്കിടയിൽ പ്രായോഗികവൽക്കരിച്ച ആളാണ് ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി ജീവിച്ചു. ഗൗസുൽ ആലം മക്കളുണ്ടായിരുന്നു, കല്യാണം കഴിച്ചിരുന്നു. കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി. 4 അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ പങ്കുചേരുക കൂടി ചെയ്ത രാഷ്ട്രീയക്കാരൻ കൂടിയാണ് ഗൗസുൽ ആലം. രാഷ്ട്രീയക്കാർക്ക് നേരാകാൻ പറ്റൂല എന്നൊന്നുമില്ല. അപ്പൊ രാഷ്ട്രീയമാകുമ്പോ കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ എന്ന് നമുക്കിങ്ങനെ തോന്നുകയാണ്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഗൗസുൽ ആലമിനും ഉണ്ടാണ്ടേ? മുമ്പ് രാഷ്ട്രീയക്കാരനാണല്ലോ. രാഷ്ട്രീയക്കാർക്കും നേരാവാം, രാഷ്ട്രീയക്കാർക്കും ഔലിയാക്കളാവാം, അവർക്ക് ഔലിയാക്കളുടെ നേതാക്കളും ആവാം, എല്ലാം ആവാൻ പറ്റും. ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു മഹാനവർകൾ വലിയാണ്, രാജാവാണ്. എത്ര രാജാക്കന്മാരുണ്ട്? നിസാമുദ്ദീൻ ഔലിയ രാജാവാണ്, വലിയാണ്. ജീവിതത്തെ തിരിച്ചറിയണം, ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ തിരിച്ചറിയണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ മഹത്തുക്കളായ ആളുകൾ, ഒരുപാട് ആളുകളെ അനുസ്മരിക്കുന്ന ദിവസമാണ്, മാസമാണ് റബീഉൽ ആഖിർ. അവരുടെയൊക്കെ ജീവിതങ്ങൾ നമ്മുടെ ജീവിതത്തിന് പ്രചോദനമാവേണ്ടതുണ്ട്. ശംസുൽ ഉലമന്റെ ആണ്ടുമാസം, അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ. ഈ മാസം മഹാനായ ശംസുൽ ഉലമയെ കുറിച്ച് ശംസുൽ ഉലമന്റെ മോള് പറഞ്ഞ ഒരു അനുഭവം ഇസ്ലാമിക് സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച ശംസുൽ ഉലമ സ്മരണികയിൽ പറയുന്നുണ്ട്. കുറ്റിക്കാട്ടൂരിൽ താമസിച്ചിരുന്ന മകളെ അടുത്തേക്ക് ശംസുൽ ഉലമ വീട് പണി നടക്കുന്ന സമയത്ത് 8 മാസം മാറി താമസിച്ചു. രാത്രി വളരെ വൈകി, രാത്രി ഏകദേശം മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ വീട്ടിലെത്തും. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഇശ വരെ ദിക്റും തസ്ബീഹും ദുആയും ഒക്കെ ആയിരിക്കും. ഇശ മഗ്‌രിബിന്റെ ഇടയിൽ സംസാരിക്കുകയേ ഇല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിനെ പറ്റിയിട്ടാണ് ഞാൻ പറയണത്. ഇശ മഗ്‌രിബിന്റെ ഇടയിൽ സംസാരിക്കാറേ ഇല്ല. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ വീട്ടുകാര്യങ്ങളും കുടുംബകാര്യങ്ങളൊക്കെ ചോദിക്കും, പറയും, അതിലൊക്കെ ഇടപെടും, വേണ്ട സംഗതികളൊക്കെ പറയും. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കിടക്കാൻ വേണ്ടി പോകും റൂമിലേക്ക്. അപ്പൊ മോള് പറയാണ്, കൂവവെള്ളമോ അല്ലെങ്കിൽ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് കട്ടിൻ്റെ അടിയിൽ കൊണ്ടുവച്ചെടുക്കും. വാപ്പാക്ക് വേണമെങ്കിൽ രാത്രിയൊക്കെ ഉണരുകയാണെങ്കിൽ കുടിച്ചോട്ടെ എന്ന് കരുതിയിട്ട്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് ഒരു 11 മണി, 11:30, 12 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ മൂത്രമൊഴിക്കായി എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ ഉറക്കം വരാതിരിക്കുമ്പോൾ എഴുന്നേറ്റിട്ട് മെല്ലെ വാപ്പ എന്താ കാട്ടണെന്ന് നോക്കാൻ വേണ്ടി ചെന്ന് വാതിലിങ്ങനെ തുറന്ന് എൻ്റെ ഉള്ളിൽ കൂടി നോക്കിയാൽ കട്ടിലും അങ്ങനെ പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്നിട്ട് തസ്ബീഹ് മാല സ്പീഡിൽ മറിക്കുന്ന വാപ്പയെ കാണാമായിരുന്നു എന്ന് മകള്. അത് കഴിഞ്ഞ് ഞാൻ മെല്ലെ വാതിൽ ചാരിച്ചിട്ട് ഇങ്ങനെ പോരും. പിന്നെ ഒരു 3 മണി 4 മണി സമയത്ത് ഞാൻ വീണ്ടും ചെന്നിട്ട് വാതിലിൻ്റെ ഇടയിൽ കൂടി അങ്ങനെ നോക്കുമ്പോൾ കട്ടിലും എങ്ങനെ പടിഞ്ഞാട്ട് തിരിഞ്ഞൊരു പുതപ്പുകൊണ്ട് ഇങ്ങനെയാണ് പുതച്ചിങ്ങാണ്ട് തസ്ബീഹ് മാല എങ്ങനെ സ്പീഡിൽ മറിക്കുന്ന വാപ്പയെ കാണാമായിരുന്നു എന്ന് മകള്. ശംസുൽ ഉലമയെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയണത്.
നേരം വെളുത്താൽ സമസ്തൻ്റെ യോഗത്തിന് പോവുകയും ചെയ്യും, വൈകുന്നേരമായാൽ വീട്ടിലേക്ക് വരികയും ചെയ്യും, ഇബാദത്തിൽ മുഴുകുകയും ചെയ്യും. അതാണ് മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾ. വെറുതെ ഒന്നല്ല വാങ്കൊടുത്തപ്പോൾ വാങ്കിന് ജവാബ് പറഞ്ഞാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനിപ്പിച്ചു വഫാത്തായി എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഉണ്ടായതൊന്നല്ല, അധ്വാനിച്ചുണ്ടാക്കിയത് തന്നെയാണ്. അത് അധ്വാനിച്ചുണ്ടാക്കിയത് തന്നെയാണ്. 20ാമത്തെ വയസ്സ് മുതൽ ജന്മനാട്ടിൽ ഖാദിയാണ് സമസ്തന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദ്. ജന്മനാട്ടിലെ നമ്മളൊക്കെ ഓരോ നാട്ടിൽ ജനിച്ച ആൾക്കാരനല്ലേ, നമുക്ക് നാട്ടിൽ എത്ര വില ഉണ്ട് എന്ന് അവനാനെ ഏതായാലും അറിയല്ലോ, വേറുള്ളവർക്ക് അറിയില്ലെങ്കിലും. 20ാമത്തെ വയസ്സ് മുതൽ ജന്മനാട്ടിൽ ഖാദിയാണ്. ഞാൻ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഖാദിയാണ്. തിരൂർക്കാട് ജന്മനാട്ടിൽ ആലിക്കുട്ടി ഉസ്താദ്. തൻ്റെ വാപ്പയാണ് പള്ളിക്കത്തെ മൂല്യര്, ഖാദി മകനാണ്. വാപ്പയായിരുന്നു, അള്ളാഹു അവരുടെ ദറജ ഉയർത്തിട്ട് വഫാത്തായി. ഇതൊക്കെ ഒരു വലിയ സംഭവം തന്നെയാണ്. എന്തിനാ അതൊക്കെ പറയണത്? അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും പ്രചോദനം കിട്ടണം. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. ജീവിതം ഇപ്പം ഒന്നോ നാളെയാണ് കഴിഞ്ഞു പോകും. പക്ഷേ ജീവിച്ചു എന്നത് മലക്കുകൾ അറിയണം. ജീവിച്ചു എന്നത് അള്ളാഹുവും അവൻ്റെ റസൂലും സ്വാലിഹീങ്ങളും സജ്ജനങ്ങളും എല്ലാവരും അറിയണം. അതിന് തെളിവുണ്ടാണ്. നാളെ ശഫായത്തിന് വേണ്ടി മുത്തുനബിയുടെ ഹദറത്തിലേക്കാണ്ട് നമുക്ക് കയറി ചെല്ലാൻ വേണ്ടി പറ്റണം. ഏത് അമല് നമ്മൾ ചെയ്താലും അതിനെ റഖീബ് അതീദ് എന്നീ 2 മലക്കുകൾ രേഖപ്പെടുത്തിയിട്ട് അള്ളാഹുവിലേക്ക് നേരിട്ടാണ് കൊടുത്തേക്കും. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ചെല്ലുന്ന സ്വലാത്ത് മാത്രം നേർക്കുനേരെ ഉയർത്തപ്പെടുന്നില്ല. അത് റൗളയിൽ കൊണ്ടുപോയി ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് ഉയർത്തപ്പെടുന്നത് സ്വലാത്തിന്. മലക്കുകൾ ചെയ്യുന്ന അമലാണ് സ്വലാത്ത്, മുർസലീങ്ങൾ ചെയ്യുന്ന അമലാണ് സ്വലാത്ത്. എല്ലാ നബിമാരും മുഹമ്മദ് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. എല്ലാ മലക്കുകളും നബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്നല്ല, ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവ് ഖുർആനാണ്. എല്ലാ വെള്ളിയാഴ്ചയും പള്ളിക്കന്ന് നമ്മൾ കേൾക്കേണ്ട ആയത്ത്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ജിബ്രീൽ സ്വലാത്തിലുണ്ട്, മീകായിൽ സ്വലാത്തിലുണ്ട്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാളം പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് സ്വലാത്തിലിങ്ങാണ്ടാണ് എന്നാ ഈ ആയത്തിന്റെ അർത്ഥം. ചൊല്ലിയിട്ടുണ്ട് എന്നല്ല, ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം, മഹത്തുക്കളോടുള്ള ബന്ധം എല്ലാം നിലനിർത്താൻ കഴിയണം. ദിക്റു സ്വാലിഹീന ഇബാദത്താണ്. സ്വാലിഹീങ്ങളെ കുറിച്ച് പറയൽ ഇബാദത്താണ്. അവരെ കുറിച്ച് ഇബാദത്ത് കാണൽ ഇബാദത്താണ്, ഇബാദത്ത് കേൾക്കൽ ഇബാദത്താണ്. ഒരാളെ നിസ്കരിച്ചു, അതൊരു ഇബാദത്താണ്. വേറൊരാള് മറ്റൊരാളെ നിസ്കരിക്കുന്നത് കണ്ടു, അതും ഇബാദത്ത് തന്നെയാണ്. ഇബാദത്ത് കാണൽ ഇബാദത്താണ്, ഇബാദത്ത് കേൾക്കൽ ഇബാദത്താണ്. ഒരാൾ ഖുർആൻ ഓതി, അതൊരു ഇബാദത്താണ്. വേറൊരാൾ മറ്റൊരാൾ ഖുർആൻ ഓതുന്നത് കേട്ടു, അത് ഇബാദത്താണ്. ഇബാദത്തിനെ കാണൽ ഇബാദത്താണ്, ഇബാദത്തിനെ കേൾക്കൽ ഇബാദത്താണ്. എല്ലാ ഇബാദത്തുകളാണ്. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് ഇബാദത്തല്ലാത്ത ഒന്നുമില്ല. കുടുംബജീവിതത്തെ ഇബാദത്തായി കാണാൻ പറ്റണം. നാളെ ഒരു ദിവസം ഞാൻ വിദേശത്തു നിന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു പെണ്ണ് ഒരു എഴുത്ത് കൊടുത്തയച്ചു. പിന്നെ കുട്ടികൾക്ക് സുഖമില്ല, മക്കൾക്ക് സുഖമില്ല, ഭർത്താവിന് സുഖമില്ല, ഓൽക്കൊക്കെ ഒന്ന് റാഹത്തായിട്ട് പുതിയാപ്പിളക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് വേണം കുറച്ച് ഇബാദത്ത് എടുത്തുകൊണ്ട് കൂടാൻ, അതിനുള്ള തൗഫീക്കിന് വേണ്ടി ഉസ്താദ് ഒന്ന് ദോരക്കണം എന്ന് പറഞ്ഞിട്ട് എഴുത്ത് കൊടുത്തയച്ചു. ഞാൻ പറഞ്ഞു, ഈ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്ക് മനസ്സിലാവാത്തൊരു പ്രശ്നമാണ് ഇതിലുള്ളത്. കുട്ടികളൊക്കെ ഒന്ന് വലുതായിട്ട് ഓലൊക്കെ ഒന്നൊരു കരക്കെത്തിയിട്ട് ഭർത്താവിന് നല്ലൊരു ജോലിയൊക്കെ ആയിട്ട് വേണം ഇബാദത്ത് എടുക്കാൻ. അപ്പൊ ഈ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അത് നമ്മൾ മനസ്സിലാക്കി കൊടുത്തുള്ള പേവാണ്. ഭക്ഷണം ഉണ്ടാക്കൽ ഈ ഭാഗത്ത് തന്നെയാണ്, കുട്ടികളെ നോക്കൽ ഈ ഭാഗത്ത് തന്നെയാണ്, തുണിങ്കുപ്പായ അലക്കൽ ഈ ഭാഗത്ത് തന്നെയാണ്, അടിച്ചു വരൽ ഈ ഭാഗത്താകുന്നു. നളാഫത്ത് മിനൽ ഈമാൻ എന്നല്ലേ ഹദീസിലുള്ളത്. വൃത്തി ഈമാന്റെ ഭാഗമാണ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അത് ഈ ഭാഗത്തല്ലേ. എല്ലാ കാര്യവും ഈ ഭാഗത്ത് തന്നെയാണ്. എല്ലാ കാര്യവും ഈ ഭാഗത്തായി കാണാൻ പറ്റണം. ഒരു വിഷയം നമ്മൾ ചെയ്യുന്നത് ലില്ലാഹിക്ക് വേണ്ടിയാണെങ്കിൽ അത് ഇബാദത്താവും, ലിശൈത്താന് വേണ്ടിയാണെങ്കിൽ അത് ഇബാദത്താവൂല. അതാണ് വ്യത്യാസം. ഇതാണ് വ്യത്യാസം. ഖുർആൻ ക്ലാസ്സിന്, കുടുംബസംഗമത്തിന്, അക്കാഡമിക്ക് വന്നത് എന്തിനെ? വന്നില്ലെങ്കിൽ ഇപ്പൊ കമ്മിറ്റിക്കാർക്ക് എന്താ തോന്നുക എന്ന് കരുതിയിട്ട് വന്നതാണെങ്കിൽ ഇബാദത്താവൂല.
പോയില്ലെങ്കിൽ അള്ളാഹു തആലാക്ക് എന്താ തോന്നാന്ന് എഴുതിയിട്ട് വന്നതാണെങ്കിൽ ഇബാദത്താവും. ഇത്രേ വ്യത്യാസമുള്ളൂ. നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇബാദത്താവില്ല. ഏത് കാര്യവും അങ്ങനെ തന്നെ. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ നാട്ടുകാർ കാണട്ടെ എന്നാണ് മനസ്സിൽ. ഇബാദത്താവോ? ആവൂല. അങ്ങനെ നിക്കരിച്ചാലും ആവൂല, നോൻപ് വെച്ചാലും ആവൂല, 10 ഹജ്ജിന് പോയാലും ആവൂല. എന്നാ ഒരാൾ പഠിച്ചോനെ എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കൂലിട്ടട്ടെ എന്ന് എഴുതിയിട്ട് വയതിൻ്റെ പോസ്റ്റർ ഒട്ടിച്ചു, ഇബാദത്താവോ? ആകുയി. ലില്ലാഹിക്ക് വേണ്ടി ചെയ്യുന്ന ഏത് അമലും ഇബാദത്താണ്. ഇബാദത്ത് ഏതാന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി.